എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് പവിത്രം സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂമായിട്ടാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വേദയെയും വിക്രമിനെയും പിരിക്കാനുള്ള പരിശ്രമത്തിൽ കുറേയൊക്കെ വിജയം കാണുന്നുണ്ട് ശ്രീകാന്ത്. വേദയും വിക്രമും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ശ്രീകാന്ത്. ഇനി വേദയും വിക്രമും തമ്മിലുള്ള ബന്ധം നിയമപരമായിട്ട് വേർപെടുത്തണം. അതാണ് അടുത്തതായിട്ടുള്ള ശ്രീകാന്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ശ്രീകാന്ത്. എന്നാൽ വേദ അതിനൊന്നും തന്നെ വഴങ്ങി കൊടുക്കുന്നില്ല. വീണ്ടും വേദയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് വേദയുടെ റൂമിലോട്ട് പോയിട്ട് പറയുന്നുണ്ട്, വേദേ, ഞാൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത്. എന്താ ഇനി ഏട്ടന് വേണ്ടത്? ഇനി ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരു കാര്യം കൂടി നീ ഇനി ചെയ്യണം. എന്ത് കാര്യമാണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? അത് മറ്റൊന്നുമല്ല, നീയും വിക്രമും തമ്മിലുള്ള ബന്ധം നിയമപരമായി വേർപെടുത്തണം. അതാണ് ഇനി എൻ്റെ ആവശ്യം എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് വേദയ്ക്ക് അതൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ വിക്രമിനെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിയമപരമായിട്ട് ഞങ്ങളുടെ ബന്ധം ഒരിക്കലും വേർപെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും ചെയ്യിപ്പിക്കരുത്. നിനക്കറിയാവുന്നതല്ലേ, നീ എങ്ങാനും ഈ കാര്യത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരുടെ മുന്നിലും വെളിപ്പെടുത്തും. നീയാണ് നിന്റെ അമ്മായി അച്ഛനെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ വരുത്തി തീർക്കാൻ എനിക്ക് അധികം പണിയൊന്നുമില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതെന്നെ കൊണ്ട് നീ വെറുതെ ചെയ്യിക്കരുത് എന്ന് പറയാണ്. വേദ പറയുന്നുണ്ട്, ഈ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നിൽ നിന്ന് സാധിച്ചെടുത്തത്. ഞാൻ എൻ്റെ വിക്രമിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആ കുടുംബത്തെ അതിലേറെ സ്നേഹിക്കുന്നു. എന്നിട്ട് അവരിൽ നിന്നെല്ലാം എന്നെ പിരിച്ച് എന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ നിങ്ങളല്ലേ കാരണം എന്ന് പറയുന്നുണ്ട് വേദ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ, ഞാൻ തന്നെയാ കാരണം. നിന്നെ അവിടുന്ന് പറിച്ചു കൊണ്ടുവരാൻ എത്ര ഞാൻ കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയോ? നീ എങ്ങനെ ആ വീട്ടിലൊന്നും പോയി താമസിച്ച് ഞങ്ങളുടെ നിലയും വിലയും കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി നീ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ആ വീടിന്റെ പടി കാണാനും പോകുന്നില്ല. നീയും വിക്രമും തമ്മിലുള്ള ബന്ധം ഉടനെ വേർപ്പെടുത്തിയേ മതിയാവൂ എന്ന് പറയുമ്പോൾ വേദം ഒന്നും തന്നെ മിണ്ടാതെ തല താഴ്ത്തി നിന്ന് കരയുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരയാൻ മാത്രം അവൻ എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? അവനൊരു ഗുണ്ടയാണ്. തോന്നിവാസത്തിന് നടന്ന് കണ്ട ജയിലിലെല്ലാം നിരങ്ങി നടക്കുന്ന അവനെ നീ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത്. ഇനി അവനുമായിട്ടൊരു ബന്ധം നിനക്കുണ്ടാവാൻ പാടില്ല. അതെങ്ങാനും ഉണ്ടായാൽ അവൻ്റെ അച്ഛനെ തട്ടിക്കൊണ്ടു പോവാനും ഈ അവസ്ഥയിലാക്കാനും എല്ലാം കാരണം നീയാണെന്ന് ഞാൻ വരുത്തി തീർക്കും. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അവൻ നിന്നെ എത്ര സ്നേഹിക്കുന്നോ അതിൻ്റെ 100 ഇരട്ടി നിന്നെ വെറുത്തുകൊണ്ടിരിക്കും. അത് എന്നെക്കൊണ്ട് നീ ചെയ്യിക്കരുത് എന്നെല്ലാം പറയുന്നുണ്ട് ശ്രീകാന്ത്. വേദയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ മറുത്ത് പറയാൻ കഴിയുന്നില്ല. വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനെല്ലാം അനുഭവിക്കും. സ്നേഹിക്കുന്ന 2 പേരെയാണ് നിങ്ങളിപ്പോൾ പിരിക്കാൻ നോക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്തായാലും ദൈവം ശിക്ഷ തന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല മോളെ, ശിക്ഷയെല്ലാം ഞാൻ അനുഭവിച്ചോളാം. നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക്. അവനൊരു വക്കീൽ നോട്ടീസ് അയക്കണം, അതിൽ നീ സൈൻ ചെയ്ത് തന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ വേദയ്ക്കാകെ സങ്കടം വരുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, ഏട്ടാ, എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വിക്രമിനെ പിരിഞ്ഞു തന്നെയല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ഇനി എന്തിനാ നിയമപരമായിട്ട് ഞങ്ങളെ വേർപിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അത് വേണമല്ലോ, നീ അങ്ങോട്ട് പോവാൻ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് നോക്കിയിരിക്കാവും എന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്തിയേ മതിയാവൂ എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. നിർബന്ധത്തിന് വഴങ്ങി വേദയ്ക്ക് വക്കീൽ നോട്ടീസിൽ സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരികയാണ്. വേദ ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട് മുറിയിലിരുന്ന്. അങ്ങനെ വിക്രം എൻ്റെ അല്ലാതാവുകയാണ്. ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കില്ല. നിയമപരമായി കൂടി ഞങ്ങൾ വേർപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും വിക്രമും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നെല്ലാം പറഞ്ഞ് സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നുണ്ട് വേദ. ഈ വക്കീൽ നോട്ടീസ് നേരെ വിക്രമിന് അയക്കുകയും വിക്രമിന് ആ വക്കീൽ നോട്ടീസ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലോട്ടാണ് വക്കീൽ നോട്ടീസ് വരുന്നത്. ഇതേ സമയം അവിടെ മാഷും കമലും എല്ലാവരും ഉണ്ട്. ഈ നോട്ടീസ് വിക്രമിന്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് വിക്രമിന്റെ അച്ഛൻ അത് തുറന്ന് നോക്കുന്നുണ്ട്. മാഷ് അത് കണ്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. വേദ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ, അവരുടെ ഡൈവോഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ കമലം പറയുന്നുണ്ട്, അയ്യോ മോൾ എന്താ അങ്ങനെ ചെയ്തത്? അവളിപ്പോൾ ഒരു ചെറിയ പരിഭവത്തിലാവുമെന്ന ഞാൻ വിചാരിച്ചത്. എന്നാൽ നിയമപരമായി കൂടി അവരുടെ ബന്ധം വേർപെടുത്താനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണോ എന്ന് പറയുന്നുണ്ട് കമലം. അതെ, അപ്പൊ പ്രശ്നം ചെറുതല്ലെന്നും ഇപ്പം മനസ്സിലായില്ലേ? അവളവിടെ തെറ്റിപ്പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തോ ഒരു കാരണം
ഉണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പൊ വക്കീൽ നോട്ടീസ് അയച്ചത്. എത്രയെല്ലാം സഹിച്ചിട്ടാണ് ആ കുട്ടി ഇവിടെ നിന്നത്. പല പ്രശ്നങ്ങളും ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം ധൈര്യത്തോടെ നിന്നിട്ട് അതിനോട് പൊരുതാണ് വേദ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ കുട്ടിയുടെ മനസ്സ് അത്രയും തകർന്നു പോകുന്ന എന്തോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും വേദ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. വിക്രമിനെ വിട്ട് അവള് പോവാൻ ഒരിക്കലും തീരുമാനിക്കില്ല. ഇതിന് എന്തോ തക്കതായ ഒരു കാരണമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് മാഷ്. കമലം പറയുന്നുണ്ട്, മാഷെ ഇനി എന്താ ഒരു വഴി അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ, അവള് വിക്രമിനെ ഉപേക്ഷിക്കാതിരിക്കാൻ എന്താ ഒരു വഴി എന്ന് ചോദിക്കുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട്, അതിന് ഞാൻ വിചാരിച്ചിട്ടോ നീ വിചാരിച്ചിട്ടോ ഒരു കാര്യമില്ല. വിക്രമും വേദയും തന്നെ വിചാരിക്കണം. വിക്രമിന്റെ സ്വഭാവം ഇനിയും എന്തെങ്കിലും മാറ്റാനുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വേദ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തെങ്കിലും അവൾക്ക് പറ്റാത്ത കാര്യം അവൻ ചെയ്തു കാണും. അവളെ അത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട് മാഷ്. ശേഷം വിക്രമ് വന്നതിന് ശേഷം നോട്ടീസ് നേരെ വിക്രമിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മാഷ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അത് തുറന്നു നോക്ക്. ഇതെന്താണ് അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, തുറന്നു നോക്ക് നീ അത് എന്ന് പറയുന്നുണ്ട് മാഷ്. വിക്രം നോട്ടീസ് തുറന്നു നോക്കുന്ന സമയത്ത് അത് വേദയും വിക്രമും തമ്മിലുള്ള ബന്ധം പിരിയുന്നതിനുള്ള വക്കീൽ നോട്ടീസാണ്. ഇത് കാണുമ്പോൾ വിക്രമിനാകെ ഷോക്കായി പോകുന്നുണ്ട്. വിക്രമ് വിചാരിക്കുന്നുണ്ട്, വേദ വക്കീൽ നോട്ടീസ് അയച്ചു എന്നോ, അപ്പോൾ അവൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാനൊരു ഉദ്ദേശമില്ല എന്നെല്ലാം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് വിക്രം. മാഷ് പറയുന്നുണ്ട്, എന്താണ് എന്റെ തീരുമാനം എന്ന് ചോദിക്കുകയാണ്. എന്ത് തീരുമാനം? അവളല്ലേ എല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അവൾ ഈ ബന്ധം വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. മാഷ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പ്രശ്നം എന്താണെങ്കിലും രണ്ടുപേരും പറഞ്ഞു തീർക്കണോ എന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അവൾ വക്കീൽ നോട്ടീസ് വരെ അയച്ചിരിക്കുന്നു. ഇതിന് എന്താ ഇനി നീ തിരിച്ചു ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നീയൊന്ന് പോയി വേദയെ കാണ്, അവളോട് സംസാരിക്കുക, കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർക്ക്. വേദ തന്നെ ആയിരിക്കണം നമ്മളെ വീട്ടിലെ മരുമകളായിട്ട് നിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. മറ്റൊരാളെയും ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം വേദ അത്ര നല്ല കുട്ടിയാണ്. ഞങ്ങൾക്ക് സ്വന്തം മകളെ പോലെയാണ് അവള്. പിന്നെ നിന്നെ ഏറെക്കുറെയൊക്കെ മാറ്റിയെടുത്തിട്ടുള്ളതും വേദ തന്നെയാണ്. അവൾ തന്നെയാണ് ഈ വീട്ടിൽ എന്നും ഉണ്ടാവേണ്ടത്. അവൾ ഈ വീട്ടിൽ നിന്ന് പോയതിന് ശേഷം ഈ വീട് തന്നെ ഉറങ്ങിപ്പോയിരിക്കുകയാണ്. നീയും അവളും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താൻ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അവള് ഈ വീട്ടിൽ നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് മാഷ്. വിക്രം ഒന്നും തന്നെ മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ വിക്രം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ഒരു വഴി, വേദ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാന്, ഈ വക്കീൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്നെല്ലാം ആലോചിക്കുകയാണ്. ശേഷം വിക്രം തീരുമാനിക്കുന്നുണ്ട്, വേദയെ കാണാൻ എന്തായാലും പോയേ പറ്റൂ, അവളോട് നേരിട്ട് സംസാരിക്കണം എന്നെല്ലാം വിചാരിച്ച് വിക്രം പോകുന്നുണ്ട്. അതിനുശേഷം ദീപ്തിക്ക് വിളിക്കുന്നുണ്ട് വിക്രം. എന്നിട്ട് പറയുന്നുണ്ട്, വേദ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ദീപ്തി ആകെ അന്തം വിട്ട് പോകുന്നുണ്ട്. ചേച്ചി വക്കീൽ നോട്ടീസ് അയച്ചെന്നോ? അതിന്റെ കാര്യമൊന്നും ചേച്ചി ഇവിടെ ആരോടും പറയുന്നത് കേട്ടില്ലല്ലോ എന്ന് പറയാണ്. അതൊന്നും അറിയില്ല, അവള് ഏതായാലും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇത് ചേച്ചി അയച്ചതാവാൻ സാധ്യതയില്ല. ഒന്നെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ ഏട്ടനോ ആയിരിക്കും ഈ വക്കീൽ നോട്ടീസിന് പിന്നില്. ഒരിക്കലും വേദ ചേച്ചി ആയിരിക്കില്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കാരണം ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടനെ. ഏട്ടനുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്താൻ ഒരിക്കലും വേദ ചേച്ചി അനുവദിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് ദീപ്തി. വിക്രം പറയുന്നുണ്ട്, അവളുടെ സൈൻ ഇല്ലാതെ എങ്ങനെ നോട്ടീസ് അയക്കാനാ? ഇതിൽ അവളുടെ സൈൻ ഉണ്ടല്ലോ, അപ്പോ അവൾ തന്നെയായിരിക്കും ഈ നോട്ടീസിന്റെ പിന്നില്. എന്റെ കൂടെ ഇനി ജീവിക്കേണ്ടെന്ന് അവക്ക് തോന്നിക്കാണും എന്നെല്ലാം പറയാണ് വിക്രം. ദീപ്തി പറയുന്നുണ്ട്, ഏട്ടൻ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ, ഞാൻ ഇതിനെ കുറിച്ച് വേദ ചേച്ചിയോട് എന്തായാലും ചോദിക്കാം എന്ന് പറഞ്ഞ് വേദയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ദീപ്തി വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? ചേച്ചി വിക്രമേട്ടന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോയേ, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് വേദ. ഞാൻ അങ്ങനെ പോവില്ല. എനിക്ക് വിക്രമേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിഷമിച്ചിട്ടാണ് വിളിച്ചത്. നിങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താൻ ചേച്ചി തീരുമാനിച്ചു എന്നെല്ലാം പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി വക്കീൽ നോട്ടീസ് അയച്ചെന്നൊക്കെയാ ഏട്ടൻ പറയുന്നത്. എന്താ ചേച്ചിയുടെ മനസ്സിൽ? എന്താണെങ്കിലും ഒന്ന് തുറന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ദീപ്തി. വേദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നോടൊപ്പം ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്, നീ ഇവിടെ നിന്ന് പോയി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം വേദ മുറിയെല്ലാം അടച്ച് അതിൻ്റെ അകത്തിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വേദ കരയുന്നത്. അതിനുശേഷം ദീപ്തി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ശ്രീകാന്ത് സ്വന്തം ഭാര്യയോട് എന്തോ സംസാരിക്കുന്നത് ദീപ്തി കേൾക്കുന്നുണ്ട്. ദീപ്തി പതുക്കെ അവിടെ ഒളിഞ്ഞു നിന്ന് പതിയെ കേൾക്കുന്നുണ്ട് സംസാരിക്കുന്ന കാര്യം. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദയുടെ കയ്യിൽ നിന്ന് ഞാൻ അങ്ങനെ നോട്ടീസിലെല്ലാം ഒപ്പിടിപ്പിച്ച് വാങ്ങിച്ചു. ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി തന്നെയാ ഈ കാര്യം ചെയ്തത്.
അവളാണ് അവളുടെ അമ്മായിയച്ഛനെ തട്ടിക്കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വരുത്തി തീർക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ അവൾക്കിതിൽ ഒപ്പിടേണ്ടി വന്നു. എൻ്റെ അടുത്ത് അവളുടെയും അവൻ്റെയും കളി. ഇനി ഒരിക്കലും അവരൊരുമിക്കാൻ പോകുന്നില്ല. അത് ഞാൻ ഒരിക്കലും അനുവദിക്കുമില്ല എന്നെല്ലാം പറയുന്നുണ്ട് ശ്രീകാന്ത്. ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന ദീപ്തിക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോ ഏട്ടനാണ് ഇതിനെല്ലാം കാരണമല്ലേ എന്ന് പറയുന്നുണ്ട് ദീപ്തി. നേരെ വിക്രമിനാണ് ദീപ്തി വിളിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രമേട്ടാ, വേദ ചേച്ചി ഇങ്ങനെയെല്ലാം ചെയ്യാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് മറ്റൊന്നുമല്ല, എൻ്റെ ഏട്ടൻ തന്നെയാണ് ഇതിനെല്ലാം കാരണം. ഏട്ടൻ വേദ ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വിക്രമേട്ടന്റെ അച്ഛനെ വേദ ചേച്ചിയാണ് തട്ടിക്കൊണ്ടു പോയത്. ആ അവസ്ഥയിലാക്കിയതെല്ലാം വേദ ചേച്ചിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുമെന്നെല്ലാം പറഞ്ഞ് ചേച്ചിയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വക്കീൽ നോട്ടീസിൽ ചേച്ചി സൈൻ ചെയ്ത് കൊടുത്തത്. ഇപ്പോ ശ്രീകാന്തേട്ടൻ അതെല്ലാം ഏട്ടത്തിയമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് വിക്രമിന് സത്യങ്ങളെല്ലാം മനസ്സിലാകുന്നത്. വിക്രം പറയുന്നുണ്ട്, ഓ അപ്പൊ അതാണ് വേദയുടെ ഈ മാറ്റത്തിനുള്ള കാരണം അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോണ് വെക്കുന്നുണ്ട് വിക്രം. ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ ഈ ബാക്കി ഭാഗം കാണുന്നതിനായി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും.